നമസ്കാരം. 2025 വർഷഫലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഉത്രാടം നക്ഷത്രം. ഉത്രാടം നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും ചെറിയ രീതിയിലുള്ള പരിഹാരങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. 2025 ഉത്രാടം നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ. മനസ്സിൻ്റെ സന്തോഷം തിരികെ ലഭിക്കുന്ന ഒരു വർഷമായിരിക്കും 2025. കഴിഞ്ഞ വർഷങ്ങളിൽ ദുഃഖം അനുഭവിക്കുകയും വിഷമത്തോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്ത വ്യക്തികളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷം സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത്. തൊഴിൽപരമായ നേട്ടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. വരവിനേക്കാൾ കൂടുതൽ ചിലവ് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. ഇഷ്ടപ്പെട്ട തൊഴിലുകൾ ഏറ്റെടുക്കുകയും ആ തൊഴിലുകൾ നിങ്ങൾക്ക് ലഭിക്കുവാനും സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്നു. കൂടാതെ ബിസിനസ്സാണ് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതിൽ ലാഭങ്ങളും ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്. വാഗ്ദാനം നൽകുമ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങൾ നൽകുന്ന വാഗ്ദാനം മറ്റുള്ളവരുടെ സഹായമോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അതൊരു ജീവിതവുമാണ്. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുന്നത് നല്ലത് തന്നെയായിരിക്കും. ഭാഗ്യ പരീക്ഷണങ്ങൾക്ക് ഇറങ്ങാതിരിക്കുന്നത് നല്ലതായിരിക്കും. അതിനിറങ്ങിക്കഴിഞ്ഞാൽ പരാജയമായിരിക്കും സംഭവിക്കുന്നത്. നഷ്ടങ്ങൾ ഉണ്ടാകാനും സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ബിസിനസ്സിൽ മികവ് പുലർത്തുവാൻ വേണ്ടി വളരെയധികം കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. സാമ്പത്തികപരമായ വിഷമങ്ങൾ നിങ്ങളെ നേരിടാനുള്ള സാധ്യതയും കൂടുതലായി കാണുന്നുണ്ട്. മേലധികാരികൾ, തൊഴിലുടമകൾ എന്നിവരിൽ നിന്നുള്ള അനുകൂല നടപടികൾ ഉണ്ടാകാതെ മനസ്സിന് ദുഃഖം വരുത്തുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ജീവിതത്തിൽ വരുവാനും സാധ്യതയുണ്ട്. യാത്രകൾ ഒരുപാട് ചെയ്യേണ്ടി വരുന്നൊരു വർഷം തന്നെയാണ്. യാത്രയിലൂടെ നേട്ടങ്ങളും അതുപോലെ തന്നെ നഷ്ടങ്ങളും വന്നു ചേരും. ഗുണവും ദോഷവും യാത്രയിലൂടെ വരാൻ സാധ്യതയുണ്ട്. സന്താനമില്ലാതെ വിഷമിച്ചിരുന്ന വ്യക്തികൾക്ക് ഒരാശ്വാസം തന്നെയായിരിക്കും 2025. വസ്തു വിൽപ്പനയ്ക്ക് തീരുമാനമാകാതെ വിഷമിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വസ്തു വിൽക്കുവാനും സാധ്യത ഈ ഒരു വർഷം കൂടുതലായി കാണപ്പെടുന്നു. നിങ്ങൾ പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാക്സാമർത്ഥ്യം കൊണ്ട് മാത്രം നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നേട്ടങ്ങളുണ്ടാകുന്നു, ലാഭങ്ങളുണ്ടാകുന്നു, അവരുടെ സ്ഥാപനം ഉയർച്ചയിലെത്തുന്നു, അംഗീകാരങ്ങൾ ലഭിക്കുന്നു. നിങ്ങളുടെ കഴിവ് കൊണ്ടുകൾ മാത്രം നിങ്ങൾ ചെയ്യുന്ന ആ മേഖല ഉയർച്ചയിലെത്തുന്നത് നിങ്ങൾക്ക് തന്നെ നോക്കിക്കാണാം. അതിൻ്റെ അംഗീകാരങ്ങളും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. സന്താനങ്ങളുടെ ഗുണപരമായ പ്രവൃത്തി മാതാപിതാക്കൾക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ നേടിക്കൊടുക്കുക തന്നെ ചെയ്യും. കുഞ്ഞുങ്ങളുടെ പ്രവൃത്തി, അവർ വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിൽ പഠിത്തത്തിൽ പിന്നിലോട്ടായിരുന്നു, എന്നാൽ ഈ വർഷം അവർ വിജയത്തിലെത്തുന്ന ഒരവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കും. വിവാഹാലോചനകൾ മുടങ്ങി ഇരുന്ന വ്യക്തികൾക്ക് അത് മുടക്കങ്ങൾ മാറുവാനും വിവാഹം നടക്കുവാനും സാധ്യത വളരെ കൂടുതലായി കാണുന്ന വർഷം തന്നെയാണ്. നിങ്ങളുടെ വിവാഹം നടക്കാതിരുന്നതിന് പ്രധാന കാരണം നിങ്ങളുടെ ബന്ധുജനങ്ങളാകാനാണ് സാധ്യത കൂടുതലായി കാണുന്നത്. എന്നാൽ ഈ ഒരു വർഷം ആ ഒരു ബന്ധുക്കളുടെ വിവാഹം നടക്കാതിരിക്കുവാൻ വേണ്ടി അവർ ചെയ്തുകൊണ്ടിരുന്ന ഉപദ്രവങ്ങൾ അല്ലെങ്കിൽ ദോഷങ്ങൾ അത് മാറുകയും നിങ്ങൾക്ക് നല്ല നല്ല ആലോചനകൾ വരികയും അത് വിവാഹത്തിലൂടെ എത്തിച്ചേരുകയും നല്ലൊരു കുടുംബജീവിതം ലഭിക്കുകയും ചെയ്യുന്ന വർഷമാണ് 2025. നിങ്ങൾക്ക് ഈ വർഷം ഉണ്ടാകുന്ന ദോഷങ്ങൾക്ക് പരിഹാരം എന്ന വണ്ണം നിങ്ങൾ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക. ഗണപതി ഭഗവാന് വഴിപാടുകൾ അർപ്പിക്കുക. പക്കന്നാൾ വരുന്ന ദിവസങ്ങളിൽ ഗണപതി ഭഗവാന് ഗണപതി ഹോമം നടത്തുകയും എല്ലാം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും.